ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ലീവാണേ. അപ്പോൾ ഇന്ന് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റെ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ വന്നിട്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേറ്റായി എഴുന്നേറ്റ് ഭയങ്കര മടിയാന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ ആ സമയത്താണ് മിന്നുമോള് വന്നിട്ട് അമ്മേ നമുക്ക് റെയിൽവേ ഗ്രൗണ്ടിൽ പോയിട്ട് ഒന്ന് നടന്നിട്ട് വന്നാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും കരുതി എന്നാൽ ആ ഗ്രൗണ്ടിൽ പോയി ഒന്ന് നടന്നിട്ടെല്ലാം വരുമ്പോഴേക്കും മൂഡൊന്ന് റെഡി ആവുമായിരിക്കും എന്ന് വെച്ചിട്ട് പോയി ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ ഒരു 2 മിനിറ്റ് നടക്കേണ്ട ദൂരെയുള്ള ഗ്രൗണ്ടിലേക്ക്. പൊതുവേ ഈ രാവിലെ സമയത്ത് ഗ്രൗണ്ടിൽ ഭയങ്കര തിരക്കായിരിക്കും, ആൾക്കാരൊക്കെ ഈ എക്സസൈസ് ചെയ്യാനായിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ കുറവാണ് ആൾക്കാർ. അതുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത ക്വാർട്ടേഴ്സ് തന്നെയുള്ള ഒരു അങ്കിളുണ്ട്, നായ്ക്കുട്ടീനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ബീഗിൾ ഡോഗാന്ന് തോന്നുന്നു, നല്ലതുണ്ട് കാണാൻ അതിനെ. മിന്നുമോളും അച്ഛൻ കുറേ ആയി പറയുന്നു പട്ടിക്കുട്ടീനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വേഗം പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. അപ്പോൾ ഗ്രൗണ്ടിലുണ്ട് കുറച്ച് കുട്ടികൾ ഓടാൻ വേണ്ടിയിട്ട് വന്നിട്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും ഗ്രൗണ്ടിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഗ്രൗണ്ടിനോട് ചേർന്നിട്ട് തന്നെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, ടെമ്പിള്. അപ്പോൾ ഉണ്ട് അവിടുന്ന് ഒരു ആൻറ്റി പുറത്ത് നിന്നിട്ട് ദൈവത്തെ വണങ്ങുന്നേ. അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുറക്കുന്ന ടൈം അല്ലായിരിക്കും, പൂട്ടിയിട്ടാന്നുള്ളത്. ഞാൻ അധികം ക്യാമറ വെച്ചെടുത്തിട്ടില്ല, അവർ കണ്ടിട്ടുണ്ട് ചീത്ത പറയൂലേ. അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷമായിട്ടുള്ള പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ക്വാർട്ടേഴ്സിൽ വന്നിട്ട് ഓരോ ക്വാർട്ടേഴ്സിൽ വന്നിട്ട് നോട്ടീസ് കൊണ്ടുത്തരും അവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെയും ഉച്ചക്കൊക്കെ ഭക്ഷണം ഉണ്ടാകും കേട്ടോ, നല്ല അടിപൊളി ഭക്ഷണമാണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കഴിക്കലുണ്ട്. ഇവിടെ അമ്പലത്തിൽ രാവിലത്തെ പ്രസാദം എന്ന് വെച്ചാൽ ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ് അങ്ങനെയൊക്കെയാണ് അവർ പ്രസാദമായിട്ട് തരിക. ഉച്ചക്ക് സാമ്പാർ, ചോറ്, പിന്നെന്താ വട, പിന്നെന്താ കേസരി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന റിട്ടയർഡ് ആയിട്ട് പോയ റെയിൽവേയിലുള്ള ആൾക്കാർ തന്നെയാണ്, തമിഴൻസാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ അമ്പലം. അപ്പം അങ്ങനെ ഞാനും മിനുമോളും കുറച്ച് നേരം നടന്നു കേട്ടോ അതിലൂടെ. ഗ്രൗണ്ടിൽ വന്നിട്ട് കുറച്ച് കാഴ്ചകൾ അതുപോലെ നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും മടിയെല്ലാം ഒന്ന് മാറി കേട്ടോ. നമ്മൾ തിരിച്ചു വന്നിട്ട് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണേ. ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ അച്ചുമോനെയും കൂടെ വിളിച്ചതാണ്, പക്ഷെ ഓൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മടിച്ചിട്ടടങ്ങുന്നു. അതുപോലെ ഷിജിയാണ്ണൻ രാവിലെ ഈ ഗ്രൗണ്ടിൽ നടക്കാൻ പോകലുണ്ട്, ഞാൻ വല്ലപ്പോഴേ പോകലുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് വേഗം നടന്നെത്തി കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടേനെ, അപ്പോൾ വേഗം ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുത്തേ. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ടാറ്റാ.